ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ആവേശത്തിൽ അന്നത്തെ കാപ്പാലികർ നീട്ടിവിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ബാബരി മസ്ജിദ് തോടാ ഹേ, കാശി മധുര ബാക്കി ഹേ. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇനി കാശിയും മധുരയും ബാക്കിയുണ്ട് എന്നാണ് അന്ന് വിളിച്ചത്. എന്നാൽ അതിലേക്ക് ഇപ്പോൾ ഒന്നുകൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു ബംഗളൂരു മലാലി ബി ഹേ. കാശിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെ പ്രശ്നം സങ്കീർണതയിലേക്ക് എത്തി നിൽക്കുകയാണ്. പള്ളിക്കകത്ത് പൂജ നടത്താൻ കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ പരിശോധനകളെല്ലാം നടത്തി കഴിഞ്ഞു. ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെ പേരിലുള്ള ആധിപത്യം ഏകദേശം കോടതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1991 നിർമ്മിച്ച ഒരു നിയമം ആരാധനാലയങ്ങൾ ഇനിയും അവകാശവാദം ഉന്നയിക്കപ്പെടാതിരിക്കാൻ വേണ്ടി 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണോ അതേ അവസ്ഥയിൽ എല്ലാ മതസ്ഥാപനങ്ങളും നിലനിർത്തണം എന്നായിരുന്നു ആ നിയമത്തിൻ്റെ ഉത്തരവ്. എന്നാൽ ആ നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതുപോലെ തന്നെ മസ്ജിദ് കമ്മിറ്റിയുടെ കയ്യിലുള്ള റവന്യൂ രേഖകൾ മുഴുവൻ സമർപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് ഉത്തരവ് വന്നിരിക്കുന്നത്. നിയമപുസ്തകത്തിലൂടെ നോക്കി, നിയമം നോക്കിയല്ല, പലപ്പോഴും വിശ്വാസമാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിയമപുസ്തകങ്ങളൊക്കെ മടക്കി വെക്കുന്നതായിരിക്കും നന്നാവുക എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു മസ്ജിദിൻ്റെ പേരിൽ കൂടി അവകാശവാദം ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മംഗളൂരുവിലെ മലാലി മസ്ജിദാണ് പിടിമുറുക്കപ്പെട്ടിട്ടുള്ള ആ മസ്ജിദ്. സംഘപരിവാർ സംഘടനകൾ മലാലി മസ്ജിദ് മുമ്പ് ക്ഷേത്രമായിരുന്നുവെന്ന വ്യാജ ആരോപണം അഴിച്ചുവിട്ടുകൊണ്ട് തന്നെയാണ് ഈ ആരാധനാലയം തർക്കവിഷയമാക്കി മാറ്റിയിരിക്കുന്നത്. മസ്ജിദ് ക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജിയും ഈ ഹർജിയെ എതിർത്തുകൊണ്ട് പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയും കർണാടക ഹൈക്കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടത്തിനാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. മലാലി സയ്യിദ് അബ്ദുള്ള മദനി പള്ളിക്ക് ക്ഷേത്ര സാദൃശ്യമുണ്ടെന്ന് അവകാശപ്പെട്ടാണ് VHP ഹർജി സമർപ്പിച്ചത്. യഥാർത്ഥത്തിൽ പഴയകാല ആരാധനാലയങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം ഏകദേശം ഇന്ത്യൻ ആർക്കിടെക്ചറിലുള്ളതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്കാരായ, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ പണിക്കാർ തന്നെയാണ് കരിങ്കല്ലിലായാലും മറ്റുമൊക്കെ കൊത്തുപണികൾ നടത്തിയതും മറ്റുമൊക്കെ എന്നതിനാൽ തന്നെ സ്വാഭാവികമായും ആ പൗരാണികത ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ ആരാധനാലയങ്ങളിൽ ഏകദേശം ഒരേ രൂപത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്നിരിക്കെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായ തെളിവുകളൊന്നും പരിശോധിക്കാതെ കൽച്ചുമരുകളിലെ കല്ലുകളിലെ കൊത്തുപണികളും മറ്റുമൊക്കെയാണ് ഇപ്പോൾ പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
VHP സമർപ്പിച്ച ഹർജിയിൽ മംഗളൂരു അഡീഷണൽ സിവിൽ കോടതി നേരത്തെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. വിവാദത്തിൽ അന്വേഷണം നടത്താനായിരുന്നു കോടതിയുടെ ഉത്തരവ്. കീഴ്ക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് പള്ളി കമ്മിറ്റി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ഈ ഹർജിയിൽ ഇരുഭാഗത്തു നിന്നുമുള്ള വാദം പൂർത്തിയായിരിക്കുകയുമാണ്. കീഴ്ക്കോടതിയുടെ ഉത്തരവ് സംബന്ധിച്ച് ഹൈക്കോടതി വിധി ഉടനെ ഉണ്ടാകുമെന്നതാണ് അവസ്ഥ. VHPയുടെ ഹർജി റദ്ദാക്കണമെന്നും മസ്ജിദ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കണമെന്നും മസ്ജിദ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മംഗളൂരു കോടതിയിൽ വാദിച്ചിരുന്നു. കൂടാതെ വഖഫ് നിയമമനുസരിച്ച് വിവാദത്തിൽ അന്വേഷണം നടത്താൻ കീഴ്ക്കോടതിക്ക് അധികാരമില്ലെന്നും പള്ളി കമ്മിറ്റി അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ VHPയുടെ ഹർജി കോടതി തള്ളാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പള്ളി കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടെ ഹൈക്കോടതിയിലും വാദപ്രതിവാദങ്ങൾ നടന്നു. അതിനിടെ VHP മലാലിയിലെ രമജ്ഞനിയിൽ മന്ദിറിൽ താമ്പൂല പ്രശ്ന ചടങ്ങ് നടത്തിയിരുന്നു. അതായത് വെറ്റില കൊണ്ട് പ്രശ്നം വെക്കുന്ന സമീപനം. മസ്ജിദ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ വെറ്റില പരിശോധനയിലൂടെയാണ് അല്ലെങ്കിൽ വെറ്റില പ്രശ്നത്തിലൂടെയാണ് കണ്ടെത്തിയത് എന്നാണ് വാദം. അങ്ങനെയാണ് VHP പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മലാലി മസ്ജിദിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും ഇക്കാര്യത്തിൽ പരിശോധന വേണമെന്നുമാണ് VHP നൽകിയ ഹർജിയിൽ പറയുന്നത്. ഇത്തരത്തിൽ മലാലി മസ്ജിദും പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം മോഹൻ ഭഗവത് പറഞ്ഞിരുന്നു, ഇനിയൊരു പള്ളിയും തകർക്കപ്പെടില്ലെന്ന്. അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടില്ലെന്ന്. എന്നാൽ മോഹൻ ഭഗവത് അത് പറയുമ്പോഴും കാര്യങ്ങൾ മോഹൻ ഭഗവതിൻ്റെ നിയന്ത്രണങ്ങളിലൊന്നുമല്ല. പ്രത്യേകിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റൊരു പ്രസ്ഥാനമാണ്. മാത്രമല്ല 900 ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല കാര്യങ്ങളുടെ പോക്ക് ഉള്ളത്. ഇപ്പോൾ ബാബരി മസ്ജിദ് ട്രസ്റ്റിൻ്റെ തലവൻ ഈയിടെ ഒരു പ്രസ്താവന നടത്തിയത്, കാശിയും മധുരയും വിട്ടുനിന്നാൽ പിന്നീട് മറ്റൊരു പള്ളിയുടെ പേരിൽ ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞാൽ അതാര് ചെവിക്കൊള്ളും? മൂന്നാമതൊരാൾ വന്ന് മറ്റൊരഭിപ്രായം പറയും. ഇപ്പോൾ ബാംഗ്ലൂരിലെ തന്നെ ഈ പ്രശ്നം ഇവരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രശ്നസങ്കീർണമാക്കുകയും എല്ലാ പുരാതന പള്ളികളും ക്ഷേത്രങ്ങളായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും അതിനുവേണ്ടി തെളിവുകളോ ചരിത്രരേഖകളോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ വിശ്വാസത്തെ മാനിക്കുകയും അതുപോലെ തന്നെ 1991 നിർമ്മിക്കപ്പെട്ട ആരാധനാലയ നിയമം നിലവിലിരിക്കെ തന്നെ കോടതികൾ ഇത്തരം അവകാശവാദങ്ങൾ തള്ളിക്കളയാതെ അത് ഫയലിൽ സ്വീകരിക്കുകയും എന്നിട്ട് ഗ്യാൻവാപ്പിയിലെ പോലെ ഹിന്ദു ആരാധനയ്ക്ക് പള്ളിയിൽ അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്
നിയമങ്ങളെ അല്ല വിശ്വാസങ്ങളെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് കോടതികളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വളരെ നിരാശാജനകമാണ്. ഇത്തരത്തിൽ രാജ്യം മുന്നോട്ട് പോയാൽ പലതും കിളച്ചു നോക്കേണ്ടി വരും. മുസ്ലിം പള്ളികൾ മാത്രമല്ല, ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒരുപാട് ഈ കാലത്ത് മാന്തി നോക്കിയാൽ ഇന്നത്തെ പല ഹിന്ദു ക്ഷേത്രങ്ങളും പുരാതന ബുദ്ധവിഹാരങ്ങളോ ജൈന മത ക്ഷേത്രങ്ങളോ വിശ്വാസാചാരങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ഒക്കെയായിരുന്നു ഇന്ന് കണ്ടെത്താൻ കഴിയും. ഇടക്കാലത്ത് ഇന്ത്യ രാജ്യത്ത് ബുദ്ധമതവും ജൈനമതവും വളരെ ശക്തമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിലേറെയും എന്ന് കാണുമ്പോൾ തീർച്ചയായും ഈ കുഴിച്ച് നോക്കലും അവകാശവാദം ഉന്നയിക്കലും കിഴങ്ങ് പരിശോധിക്കലും ഒക്കെ വ്യാപകമായി വന്നാൽ അത് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പരസ്പര സ്നേഹവും സൗഹൃദവും തകർക്കുകയും ജനങ്ങളെ പരസ്പരം വൈരികളാക്കി തീർക്കുകയും രാജ്യത്തിൻ്റെ പരസ്പര വിശ്വാസവും അഖണ്ഡതയും തകർക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വളരെ ഭീതിയോടുകൂടി വേണം നമ്മൾ നോക്കിക്കാണാൻ. ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് രാജ്യം ആപതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയാവുന്ന അവസ്ഥയിൽ ഇതിനെതിരെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.